നല്ലൊരു കുട്ടനാട്ടി വരണം. താറാവ് കറികളും കള്ളും ഒക്കെ കുടിക്കണ കുട്ടനാട്ടി തന്നെ വരണം. അതിൻ്റെ ഒരു പ്രത്യേകത വേറെ. നമസ്കാരം. നമ്മളിന്ന് ചമ്പക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ വന്നിട്ട് നമ്മൾ താറാവ് കൃഷിയുടെ കുറച്ച് കാഴ്ചകൾ കാണണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു താറാവ് പാടത്തിൻ്റെ അടുത്താണുള്ളത്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ അത് വളർത്തുന്ന ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ആയതുകൊണ്ട് നമുക്കറിയാം എല്ലാ സൈഡിലും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കാണും. എല്ലാവർക്കും തന്നെ തോണി ഉണ്ടാകും കേട്ടോ. എല്ലാ വീട്ടുകാർക്കും തോണി ഉണ്ടാകും. നല്ല രസമാട്ടോ. രാവിലത്തെ ഈ ഒരു കാഴ്ചയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. അതിൽ നമുക്ക് ആ താറാവ് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം. അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ആകാശ ദൃശ്യങ്ങളും കൂടെ കണ്ടിട്ട് വരാം. അതായത് നമുക്ക് ഈ താറാവ് പാടത്തിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. എന്താണ് അവിടുത്തെ കാഴ്ചകൾ, അല്ലെങ്കിൽ ആ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് നേരിട്ട് പോയി കണ്ടിട്ട് വരാം. താറാവിനെ പാടത്തേക്ക് അഴിച്ചു വിടുമ്പോൾ അതിനെ മേയ്ക്കാനായിട്ട് എപ്പോഴും ആൾക്കാരുണ്ടാവും. അതിന് ചുമ്മാ വിടത്തില്ല. ഇപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ കാണാം പോളകൾ. ഇതിന് പോള എന്ന് പറയുന്നത് ഇതൊരു സൈസ് വൃത്തികെട്ട ചെടിയാണ്. ഇത് ഈ കായലൊക്കെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇതിലെ തോണിയൊന്നും തുഴഞ്ഞ് പോകാനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏകദേശം ഒരു പാടത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ മുഴുവനായിട്ടും താറാവിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ കേട്ടോ. നമുക്കില്ല ഒരു കാഴ്ച കാണാം. ചേട്ടൻ്റെ ആണോ? ആണോ? ചേട്ടന് ജോലി ചെയ്യുന്നേ? ഇത് എത്ര താറാവുണ്ട്? 2150. ഇതെങ്ങനെയാണ്, മുട്ടയ്ക്ക് വേണ്ടിയാണോ അതെയോ? മുട്ടയ്ക്ക് വേണ്ടി അല്ലേ? ഇറച്ചിക്ക് വേണ്ടിയല്ല? ഇതെല്ലാം പെൺതാറാവുകളായിരിക്കും അല്ലേ? ആണുണ്ടോ? നമുക്ക് എങ്ങനെയാണ് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നത്? ഏതാ? എനിക്ക് അങ്ങനെ കണ്ടാൽ അറിയില്ല. കളർ വ്യത്യാസമുണ്ടോ? ആ കറുത്താ? ആ കറുത്തതല്ലേ? അതുപോലെ ആ കറുത്ത എല്ലാം പൂവനാണ്? പല കളറുണ്ട് പൂവന്. ആണല്ലേ? ഒരു കളറല്ല. കഴുത്തേല തന്നെ, കഴുത്തേല റിംഗ് ആണോ നോക്കുന്നത്? അങ്ങനൊന്നുമല്ല, നമുക്ക് കാണുമ്പോൾ അറിയാം പൂവന്.
എന്നാണ് ക്യാമറ കിട്ടുന്നത് ആ താറാവും തല്ലി പറഞ്ഞു ഏ താറാവിടും തല്ലി പറഞ്ഞു പോകുന്നു. അതിനാ ഇത് കാണും, ഇത് മേളി വരുത്തില്ലേ, ആ മേളി വന്നപ്പോഴത്തേക്ക് ഇത് പരുന്താന്നും പറഞ്ഞേ പരുന്ത് അങ്ങനെ ഇതിനെ താറാവിനെ പിടിക്കാൻ പറ്റുമോ? പിടിക്കാനില്ല, ഇത് മേളി വന്ന് പറക്കുമ്പോഴത്തേക്ക് താറാവ് തല്ലി ആ ഡ്രോൺ അല്ലേ? പേടിച്ചു പോകും. ആ ഞാൻ ഇതിൻ്റെ ഒരു ഇതെടുക്കാൻ വേണ്ടി വന്നു. ഇത് എത്ര നേരം ഇതിപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞോണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ പോയിട്ട് കഴിഞ്ഞ് 10-20 ദിവസം ഈ പാടത്ത് കാണും. ആണല്ലേ? അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് അടുത്ത പാടത്ത് പോകും. ഓ അങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഓ ഇതിപ്പോൾ രാത്രി എവിടെ കൊണ്ട് ഇതിനെ പിന്നെ അങ്ങനെ കൂടി കണ്ടതാ. ഏതെങ്കിലും പാടത്ത് തന്നെ ഒരു കൂടുണ്ടാക്കി അവിടെ അങ്ങനെ ആക്കൂലേ? അങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? മാറിക്കൊണ്ടിരിക്കും. ഓഹോ. അപ്പോൾ ഈ പാടത്തിലുള്ളവർക്ക് എങ്ങനെയാണ് മാട കൊടുക്കണം? നമ്മൾ പിടിക്കില്ല, ലേലം പിടിക്കും. പാടത്തിന് ഇത്ര രൂപ നമ്മൾ റേറ്റ് വെക്കും. ആ അവർ റേറ്റ് വെക്കുമ്പോൾ അത് പിടിക്കും. ലേലത്തിന് നമ്മൾ ആ തുക കൊടുത്ത് നമ്മൾ പിടിക്കും. ആണല്ലേ? അങ്ങനെയാണ് ഈ പാടത്തിൻ്റെ ഉടമയ്ക്ക് കൊടുക്കണം അല്ലേ? ഉടമയ്ക്കല്ല, പാടക്കാർക്ക്. പാടക്കാർക്ക്. അപ്പോൾ സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, കൺവീനർ ഉണ്ട്, അവരെല്ലാം കൂടെ കൂടിക്കൊണ്ട്. എന്നാലും ഏകദേശം ഒരു 2000 താറാവ് ഇത്രയും നിങ്ങൾക്ക് ചെയ്യുന്നതിന് എത്ര രൂപ ചിലവ് വരും ഒരു മാസമൊക്കെ? മാസത്തിനാ? ആണല്ലേ? നമുക്ക് മാസം ശമ്പളം. അല്ല ഇതിന് ഈ പാടത്തിന് എത്ര രൂപ വരും? പാടത്തിന് ഇപ്പം 1.5 ലക്ഷം രൂപ എങ്ങാണ്ട. ഓ അത്രയും വരുമോ? അപ്പോൾ ഈ 2000 താറാവ് ഒരു അല്ല, വേറെ താറാവുണ്ട്. ഓ ഇനിയുണ്ട്? നമ്മൾ തന്നെ അല്ല, എല്ലാം കൂടെ കൂട്ടിയിട്ടാ? എല്ലാം കൂടെ കൂട്ടി. അപ്പോൾ ഇവർ ചേട്ടന്മാർ 4 പേരാ. ആ അപ്പോൾ ഇതിനകത്ത് 5 വീതമാണ്. ഈ 3000 പുറം നിലമായി. ആ ഇത് 5 വീതമാണ്. ആ അപ്പോൾ 5ആയിട്ട് വീതിച്ചേച്ച് അതിലെ ഒരു വീതം നമുക്ക്. അപ്പോൾ എല്ലാം കൂടെ എത്ര താറാവ് ഉണ്ടാവും മൊത്തം? അത് 10,000 താറാവുണ്ട്. അപ്പുറത്തും ഉണ്ട്. ഒരു ദിവസം എത്ര മുട്ട ഒരു താറാവ് ഇടും? ഒരു താറാവ് ഒരു മുട്ട അല്ലേ? ഒരു ദിവസം. അപ്പോൾ ഈ മുട്ട കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുട്ടയ്ക്ക് എത്ര രൂപ വെച്ച് കിട്ടും? 10 രൂപ വരെ. 10 രൂപ കിട്ടും അല്ലേ? താറാമുട്ടയ്ക്ക് വിലയുണ്ടല്ലോ അല്ലേ? ആ അപ്പോൾ ആ പൈസയ്ക്ക് നഷ്ടമില്ലല്ലേ? ഒരു ദിവസം 20,000 രൂപ ഒക്കെ വരുമാനമുള്ളപ്പോൾ ചേട്ടന് അപ്പോൾ ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടും? എനിക്ക് 18,000 രൂപ. 18 രൂപ. മെനക്കാലേ വേലത്ത് വന്ന് ഇങ്ങനെ ഇരിപ്പ്. ഒറ്റയ്ക്കല്ല, വേറെ ആളുണ്ട്, മുതലാളിയുണ്ട്. ആണല്ലേ? ഞാനും വേറൊരു ആളുണ്ട്, പിന്നെ മുതലാളിയുണ്ട്. ഇതിനെ പരുന്ത് ആക്രമിക്കുന്ന പറയുന്നത്? ആക്രമിക്കുകയല്ല, ഇത് വരുമ്പോഴത്തേക്കും ഇത് പേടിച്ചു. കുഞ്ഞുങ്ങളാണെങ്കിൽ മരുന്ന് പിടിക്കും. കുഞ്ഞു താറാവാണ്. അപ്പോഴാണ് നോട്ടം കൂടുതൽ വരണ്ടേ? ചെറിയ കുഞ്ഞുങ്ങളുള്ളപ്പോൾ അല്ലേ? ഇതിനെയൊന്നും മരുന്നൊന്നും പിടിക്കത്തില്ല. ഒരു താറാവ് ഈ വലുപ്പത്തിലാണെങ്കിൽ എത്ര മാസം കൊടുക്കും? ഇപ്പോൾ ഈ വലുപ്പത്തിലാണെങ്കിൽ 5.5 മാസം എടുക്കും. 5.5 മാസം. 4.5 മാസം. ഒരു താറാവിന് എത്ര ആയുസ് ഉണ്ടാവും? അത് പറയാനൊക്കെ. എന്നാലും ഒരു 2 വർഷമൊക്കെ ഉണ്ടാവും. 2-3 വർഷം. 3 വർഷമൊക്കെ ആണ് അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഹരി. ഇപ്പം എത്ര വർഷമായി ഇതിങ്ങനെ ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു 5-8 വർഷം കൊണ്ട്. 5-8 വർഷമായി അല്ലേ? ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന താറാവ് അത് വേറെ ആയിരിക്കും അല്ലേ? വേറെ.
ചേട്ടാ പിന്നെ ഈ ഇവിടെ ഈ പ്രദേശത്തൊക്കെ മറ്റേ പണ്ട് ഈ പക്ഷിപ്പനിയൊക്കെ ഒന്നുമില്ല, അതൊക്കെ നിങ്ങളെ ബാധിച്ചായിരുന്നോ? ഞങ്ങളന്നേരം ഇവിടുന്ന് മാറിയെന്നോ? അപ്പോൾ ഈ താറാവിനൊന്നും പ്രശ്നമില്ലായിരുന്നു? ഞങ്ങളുടെ താറാവിന് കുഴപ്പമില്ല ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ ഈ അടുത്ത പ്രദേശത്തൊക്കെ അങ്ങനെ ആർക്കെങ്കിലൊക്കെ വന്നായിരുന്നോ? അതിനടുത്ത് അക്കരെ അല്ലേ? അപ്പോൾ കൂട്ടത്തോടെ കൊന്നെടുക്കേണ്ടി വരുമല്ലേ? അപ്പോൾ അങ്ങനെ നഷ്ടപരിഹാരമൊക്കെ അവർക്ക് കൊടുത്തു? ഈയിടെ കണ്ടാ കിട്ടിയത്, വർഷങ്ങളായി കൊന്നിട്ട്. ആണല്ലേ? കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വർഷം കണ്ടാ കിട്ടിയത്. ഒരു 3-4 വർഷം 4-5 വർഷമായില്ലേ? ഇപ്പോഴാണ് കിട്ടിയല്ലേ? ഇപ്പോഴാണ് കിട്ടിയത്, ഈയിടെയാണ് കിട്ടിയത്. വേറെ അസുഖങ്ങളൊന്നും ഇതിന് വരാനില്ലല്ലേ? ഇല്ല. ഇനി ഇതിന് തന്നെ ഭക്ഷണം കൊടുക്കുന്നത്? ഇനി നമ്മളിപ്പം ഇപ്പം നെല്ലുണ്ട്, കൊയ്ത്ത് കഴിഞ്ഞ പാടമല്ല, നെല്ലുണ്ട്. നെല്ല് ഇതിൻ്റെ അകത്തുണ്ടാവും? നെല്ല് കണ്ടത്തിലുണ്ട്. പിന്നെ നമ്മൾ ഇതിന് മയം കൊടുക്കും, നെല്ല് തിന്നും. ചെമ്മീൻ തല കൊടുക്കും. ചെമ്മീൻ തല അതെങ്ങനെ? അത് ബോക്സിനകത്ത് അവർ ഇവിടെ കൊണ്ട് ഹാർബറിൽ നിന്ന് കൊണ്ട് അതിൻ്റെ തല, ചെമ്മീനില്ല തല അത് എടുത്തതിൻ്റെ ബാക്കി തലയും തോടും എല്ലാം കൂടെ കൊടുക്കും. ചെറിയ പൈസ കിട്ടൂല? ചെറിയ പൈസ. അതൊരു ബോക്സിന് 200 രൂപ അവരിവിടെ കൊണ്ട്. വേറെ മറ്റേ പെല്ലറ്റ് തീറ്റൊന്നും കൊടുക്കുന്നില്ല? ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ കൊയ്ത്തുപാടമായിട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല. അല്ല, ഉള്ളതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം. അത്രേ. ഇപ്പൊ ഇറച്ചിക്ക് വിൽക്കുന്ന താറാവാണെങ്കിൽ ഇപ്പൊ താറാവിനൊക്കെ 1 കിലോയ്ക്ക് എത്ര രൂപ വരെ ഉണ്ട്? അതൊരു താറാവിന് 300-320 രൂപ. ഒരു താറാവിനാ? താറാവിന്റെ അനുസരിച്ച് ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു താറാവിനെ കണക്കാണ്. ഒരു താറാവിന് ഇത്ര രൂപ എന്ന് പറയും. അത് പൊളിച്ച് ഫ്രഷ് ആക്കി തരും. അല്ലേ? 320-350 രൂപ വിലയാണ്. 320-350 അല്ലേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് മേടിക്കുന്നത്? നമ്മളിതിനെ കൊടുക്കുമല്ല, സാധാരണ കൊടുക്കുന്നവർക്കൊക്കെ സാധാരണ കൊടുക്കുന്ന ഒരു 250 രൂപയ്ക്ക് കൊടുക്കും. കടക്കാർ 100 കൊടുക്കും. 320 രൂപ അത് പൊളിച്ച് അവർക്ക് കിട്ടും. അതെ. അപ്പോൾ അതനുസരിച്ച് അവർ കൊടുക്കും. താറാവ് തൂക്കത്തിനല്ലേ? തൂക്കത്തിനല്ല. താറാവ് തന്നെ. ഇത് എന്നാത്തിനാ? കോഴി തന്നെ കുത്തി വെച്ചുണ്ടാക്കുന്ന സാമാനം. ഇത് ഒരു ഇതുമില്ല. താറാവിനെ ചെലവ് നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം താറാവ്. അല്ലെങ്കിൽ കുട്ടനാട്ടിൽ വരണം. താറാവ് കറികളും കള്ളും ഒക്കെ കുടിക്കണേ കുട്ടനാട്ടിൽ തന്നെ. അതിന്റെ ഒരു പ്രത്യേകത വേറെ. ഇവിടെ ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരെല്ലാരും എല്ലാവരും സായിപ്പന്മാർക്കും എല്ലാവർക്കും ഇതല്ല. ഇവിടുത്തെ കുട്ടനാട്ടിലെ മീനും താറാവും, കരിമീനും താറാവും സൂപ്പറല്ല. ഒരു ദിവസം ഒരു 10,000-7,000 താറാവ് AC റോഡിൽ ചിലവാണ്. 7,000 താറാവൊക്കെ പോകുന്നുണ്ടല്ലേ? ഇവിടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ കൊടുക്കുന്ന തന്നെ തമിഴ്നാട്ടുകാരാണല്ലേ? അല്ലെ, അവർ ഉത്പാദിപ്പിക്കുന്നതല്ല. ഇവിടുന്ന് അവരെടുത്തോണ്ട് പോകും. അവിടുന്ന് പോയി 2 പിടിക്കാറാകുമ്പോൾ ഞങ്ങൾ വിൽക്കാറാകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് 10 ദിവസം തീറ്റി ഞങ്ങൾ കൊടുക്കുക. ഭയങ്കര ഡിമാൻഡാണ് താറാവിന്. ഇപ്പോൾ 350 രൂപ പറിച്ചു കൊടുക്കുന്നതിനും 250 രൂപ അല്ല കൊടുക്കുന്നതിനും ഭയങ്കര ചിലവാണ്. എങ്ങനെ കളിച്ചാലും 1.5 കിലോ കിട്ടും. ഇറച്ചി താറാവ് മൊത്തം തമിഴ്നാട്ടിൽ ഇവിടെ മുട്ട മാത്രം. ഈ നാടൻ താറാവ് തന്നെ ആണല്ലേ? ഈ നാടൻ താറാവ് തമിഴ്നാട്ടിൽ ഏത് ഭാഗത്തായി ഇങ്ങനത്തെ സ്ഥലമൊക്കെ? എല്ലാ സ്ഥലങ്ങളിലും അവിടെ ഇഷ്ടംപോലെ പാടങ്ങളല്ല. നമ്മുടെ ഇവിടുത്തെ കൂടുതൽ പാടങ്ങളാണ്. ഞങ്ങളിപ്പോ വന്നിട്ട് ഒരാഴ്ചയായുള്ള ഇവയൊക്കെ അവിടുന്ന് കൊണ്ടുവന്നാ? ഓഹോ. അപ്പൊ തീരെ ചെറുതായിരിക്കുമ്പോ മേടിക്കുന്നതല്ല അല്ലേ? അവരാണല്ലേ? ഇതിലൊരു ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുന്ന എങ്ങനെയാ? അതെങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെയും ഒരു ആണിനെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? ആണോ ഇല്ലാണ്ട് ആ തലയാട്ട് കിടക്കുന്ന
അത് രണ്ടെണ്ണം ആ തല ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നേ? അല്ല ഇല്ല 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 അതാണ് വേണ്ട ഇങ്ങനെ വെക്കുന്നില്ലേ എന്തായാലും ഒരു ഇണ വരുന്നുണ്ട് അതാണ് ഇണ വരുന്നുണ്ട് ഏതാ ഇല്ല വേണ്ട ആ അങ്ങനെ അല്ലേ അതാണ് ആ കറുപ്പൊക്കെ ആൺ താറാവാട്ടോ. അത് ഒരു മേറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഉണ്ടോ? ഇതാണ് അവരുടെ മേറ്റിംഗ് പ്രോസസ്സ്. പത്ത് 2,000 താറാവ് ഉണ്ടായിട്ട് ഈ 3 എണ്ണങ്ങൾ ഒരെണ്ണത്തിൻ്റെ പുറകെ പോകുന്നുണ്ടെന്ന് അതെനിക്ക് മനസ്സിലാക്കാം. 105 പൂവനിടും. അതെങ്ങനെ ഇത് മനസ്സിലാക്കുന്നത്? എനിക്ക് മനസ്സിലാകില്ല. വാലൊക്കെ നിറം വേറെ നിറത്തിൻ്റെയാ? നമുക്ക് കണ്ടാ അറിയാം. ഇല്ല അത് പൂവനാ ഇല്ല നിൽക്കുന്നു. നമ്മൾ കോഴിക്കൊക്കെ ആണെങ്കിൽ തലേ പൂ വെച്ച് കണ്ടുപിടിക്കുക. ഇത് പാല് ചുരുളോ? പാല് ചുരുണ്ടിരിക്കും. അത് ആണിന് ചുരുളായിരിക്കും. പിന്നെ അതിന്റെ തലയൊക്കെ നല്ലപോലെ വയലറ്റ് കളർ. നിങ്ങൾക്ക് സ്ഥിരം കാണുന്നോണ്ട് മനസ്സിലാവുമല്ലോ. ഇതാട്ടോ പൂവൻ ആൺ താറാവാണ് ഈ കാണുന്ന. തലയിൽ ബ്ലാക്ക് മാർക്കുള്ളത്. ഇത് കുട്ടനാടൻ താറാവാ. ഇതിപ്പോൾ 2,200 അല്ലേ? അപ്പോൾ ഈ 2,200 എത്ര ആൺതാറം ഉണ്ടാവും? എത്ര ആൺതാറം ഉണ്ടാവും? 10 അല്ലേ? ബാക്കിയെല്ലാം പെണ്ണായിരിക്കും. അപ്പം ഇത് മുട്ടയൊക്കെ ഇപ്പം എവിടെ പോയി ഇടുന്നത്? മുട്ട കൂട്ടിലിടും. രാത്രി ഇടുള്ളൂ അല്ലേ? പിന്നെ വഴിയിലൊക്കെ 10, 12, 15 ഒക്കെ ഇടും. അത്രേ ഇടും. അപ്പൊ ഈ വഴി കൂടെ കിടക്കുന്ന എങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങി കിടക്കും? ഇല്ല, ഞങ്ങൾക്കറിയാം. ഒരു താറാ മുട്ടയിടാണ്ട ഞങ്ങൾക്കറിയാം. അതിന് ഞങ്ങൾ നോക്കും. നോക്കി ഇനിയും കുറെ ഇങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ? താറാവിനെ നോക്കാൻ എപ്പോഴും ഒരു 2,000 താറാവ് അല്ലെങ്കിൽ 3,000 താറാവിന് 2 പേര് വെച്ച് പണിക്കുണ്ടാവും. അപ്പോൾ ആ ചേട്ടനാണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. നിങ്ങളുടെ ഈ നടപ്പും ഈ ഒരു സൗണ്ടും ഒക്കെ വളരെ രസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ താറാവിൻ്റെ പുറകെ സ്ഥിരമായിട്ട് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതിനു വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. കാരണം ആ ചേട്ടൻ പറഞ്ഞ പോലെ ഒത്തിരി റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം താറാവ് പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. അത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പരുന്തോ മറ്റ് ജീവികളോ ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഇത്രയും കൂട്ടം ഉള്ളതുകൊണ്ട് മേയിച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല റിസ്ക്കുള്ള പരിപാടി കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് താറാവിൻ്റെ മുട്ടയ്ക്ക് ഇത്രയും റേറ്റും. കോഴിമുട്ട പോലെ ഹോർമോൺ സാധനമല്ല. ഇവിടെ കുട്ടനാട് വന്ന ഇവിടെ എല്ലാ വീട്ടിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ട് ഈ ബ്രോയിലർ കോഴിയുടെ ഇറച്ചിയോ അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ തീരെ റെയറാണ്. ഇവിടെ ആൾക്കാർക്കൊന്നും താല്പര്യമില്ല. അന്ന് ഇവിടെയുള്ള ആൾക്കാരുടെ ആരോഗ്യവും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട്. ഈ സാധാ കോഴിയിറച്ചി തിന്ന് വളരുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊന്നും തീരെ ആരോഗ്യം ഉണ്ടാകുകയില്ല. നമുക്കിപ്പോൾ എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഏതായാലും താറാവിറച്ചി വളരെ സേഫാട്ടോ. എല്ലാം കൊണ്ടും കോഴിയിറച്ചിയെക്കാട്ടും ഒത്തിരി സേഫായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് താറാവിറച്ചി. എങ്ങനെ ഉണ്ടായിരുന്നു താറാവിൻ്റെ കാഴ്ച? വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നല്ലേ? എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. അവിടെ താറാവിൻ്റെ ഭയങ്കരധികം സൗണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കുട്ടനാടൻ താറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാച്ചുറലായിട്ടുള്ള ഫുഡും കാര്യങ്ങളുമൊക്കെ കഴിച്ച് വളരുന്ന താറാവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുട്ടയാണേലും ഈ പറയുന്ന പോലെ ഇറച്ചിയാണേലും വളരെ ക്വാളിറ്റിയുള്ള സാധനമാണ്. നമുക്ക് ആരോഗ്യപ്രദമായ സംഭവമാണ്. നമ്മൾ ഈ ബ്രോയിലർ കോഴിയൊക്കെ കഴിച്ച് വളരുന്നവർക്ക് മനസ്സിലാകില്ല. ഇവിടെയുള്ളവരൊക്കെ ബ്രോയിലർ കോഴി ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കം കേട്ടോ. ഇവിടെ കോഴിക്കടയൊന്നും കാണാനില്ല. മൊത്തം താറാവേ ഉള്ളൂ. പുറത്തുനിന്ന് വരുന്നവരും ഇവിടുത്തെ മെയിൻ വിഭവം എന്ന് പറയുന്നത് താറാവിറച്ചിയും അല്ലെങ്കിൽ താറാവിൻ്റെ മുട്ട, അതുപോലെ തന്നെ കരിമീൻ. ഇതാണ് കുട്ടനാട് വന്നു കഴിഞ്ഞാലും പ്രധാനപ്പെട്ട പരിപാടി. ഫോറിനേഴ്സ്, സായിപ്പന്മാരടക്കം എല്ലാവരും, മലയാളികളാണേലും എല്ലാവരും ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നല്ല താറാമുട്ട കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. താറാമുട്ടയ്ക്ക് വിലയും കൂടുതലുണ്ട്. വില കൂടുതൽ വരുന്നതിൻ്റെ കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് മേയ്ക്കാനുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ. പക്ഷേ പെല്ലറ്റ് ഫീഡല്ല അവർ കൊടുക്കുന്നത്. അപ്പോൾ അതുതന്നെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ നേരിട്ട് ചോദിച്ചത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിന്
വെച്ചാൽ ഒരു പക്ഷേ പെല്ലറ്റ് ഫീഡൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അവർ അത് ചെയ്യുന്നില്ല. തമിഴ്നാട്ടിൻ്റെ കാര്യം നമുക്കറിയില്ല. തമിഴന്മാർ മൊത്തത്തിൽ പച്ചക്കറി ആണെങ്കിലും എന്താണേലും വിഷമൊക്കെ അടിച്ച് തരുന്നുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ പക്ഷേ കുട്ടനാടൻ താറാവ് സേഫാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.